ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിയാസ് സ്പൈസ് വേൾഡ്. എത്ര തരം ചട്നികളുണ്ടായാലും എല്ലാവരുടെയും ഫേവറേറ്റാണ് തക്കാളി ചട്നി. ഇന്ന് നമുക്ക് ഹോട്ടൽ സ്റ്റൈൽ തക്കാളി ചട്നി എങ്ങനെയാണ് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാമെന്ന് കാണാം. ഈ തക്കാളി ചട്നിയിൽ തേങ്ങയില്ല, സവാള ഇല്ല, വെറും തക്കാളി വെച്ചിട്ട് നമുക്ക് പെർഫെക്റ്റ് ഹോട്ടൽ സ്റ്റൈൽ തക്കാളി ചട്നി ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ചട്നി ഉണ്ടാക്കാൻ ഞാനിവിടെ 5 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെള്ള എള്ള്, പിന്നെ 7 ചുവന്നമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ പീസ് പുളി, പിന്നെ 5 തൊലി കളയാത്ത വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങളുള്ള നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാൻ. ഇനി ഒരു ചെറിയ കടായി എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ച എള്ള് ഇട്ടിട്ട് അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് മതിയാവും. അപ്പോൾ തന്നെ നമ്മുടെ എള്ള് നന്നായി റോസ്റ്റായി കിട്ടും. എള്ളിനെ ഇനി ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. ഇനി ആ കടായിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച 7 ചുവന്നമുളക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം. ഫ്ലെയിം ലോ ടു മീഡിയം തന്നെ ആവണം. അതും ഒന്ന് ഫ്രൈ ആയതിൻ്റെ ശേഷം ഈ എള്ളിൻ്റെ ഒപ്പം തന്നെ മാറ്റി വയ്ക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ മാറ്റി വെച്ച കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ഫ്രൈ ചെയ്യണം. പിന്നെ ഇതും നമ്മുടെ എള്ളും ചുവന്നമുളകിൻ്റെ ഒപ്പം തന്നെ വെക്കണം. എല്ലാം ഒന്ന് നന്നായി ചൂടാറണം. ഈ സമയത്ത് നമ്മൾ വേറെ ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് 5 തക്കാളിയും പിന്നെ ആ ചെറിയ പുളീൻ്റെ കഷ്ണവും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കണം. തക്കാളിയൊക്കെ നന്നായി കുക്കായിട്ട് നല്ല കുഴഞ്ഞ രൂപത്തിലേക്ക് ആവണം. അതുവരെയ്ക്കും നമുക്ക് ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഫ്ലെയിമിനെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ തക്കാളീനെ ചൂടാറാൻ വെക്കണം. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ച എള്ളും ചുവന്നമുളകും കറിവേപ്പില ഉണ്ടല്ലോ, അതിനൊന്ന് പൊടിച്ചെടുക്കാം. അതിനെ ഞാനൊരു മിക്സി ജാറിൽ ഈ വറുത്ത് വെച്ച സാധനങ്ങളും പിന്നെ നമ്മുടെ 5 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തു. നല്ല ഫൈൻ പൗഡർ ആവണമെന്നില്ല, അതിനൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മുടെ തക്കാളിയും കൂടിയും ആഡ് ചെയ്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണം. വെള്ളം ഒട്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ തക്കാളിയിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ ചട്നിയിൽ ഉപ്പ് കുറവെന്ന് തോന്നിയെങ്കിൽ കുറച്ച് ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരച്ചു വെച്ച തക്കാളി ചട്നിക്ക് ഒരു കടുക് താളിക്കണം. അതിനെ ഒരു ചെറിയ പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇടണം. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നിടണം. ഉഴുന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ സ്റ്റൗവ് ഓഫ് ചെയ്തിട്ട് ഒരു നുള്ള് കായംപൊടി ഇടണം. പിന്നെ ഇതിനെ നമ്മൾ ചട്നീൻ്റെ മേലെ ഒഴിക്കണം. അങ്ങനെ നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ തക്കാളി ചട്നി റെഡിയായി. ഇത് ഇഡ്ഡലീൻ്റെ കൂടെയോ ദോശേൻ്റെ കൂടെ പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. സോ സീ യു സൂൺ ഇൻ അനദർ വീഡിയോ. ബൈ.